ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. തിരുവല്ലോമല പറക്കോട്ടുകാവിൽ മോഷണം. തൃശൂർ തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി സ്ഥാപിച്ച സ്റ്റീൽ റോഡുകൾ രാത്രിയിൽ കള്ളൻ പുഴക്കിക്കൊണ്ടുപോയി. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വാഹനങ്ങൾ കയറരുതെന്ന് കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മൂക്കൻചാത്തിന് സമീപമുള്ള ഗേറ്റിലാണ് ഉപദേശക സമിതി 3000 രൂപ ചെലവഴിച്ച് 4 സ്റ്റീൽ റോഡുകൾ സ്ഥാപിച്ചത്. ഇന്നലെ സ്ഥാപിച്ച റോഡുകളാണ് രാത്രിയോടെ മോഷണം പോയത്. സംഭവത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ്, സെക്രട്ടറി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ദേവസ്വം ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകി. 2025 ഡിസംബർ 17 പറക്കോട്ടുകാവിൽ താമ്പൂല പ്രശ്നം നടത്തിയിരുന്നു. ഈ താമ്പൂല പ്രശ്നത്തിലെ എല്ലാ പരിഹാര കർമ്മങ്ങളും നമ്മൾ ചെയ്തു. അപ്പോൾ താമ്പൂല പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വണ്ടിയിൽ സാധനങ്ങളായിട്ട് കാവിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദേവൻ പറഞ്ഞു, അങ്ങനെ കാവിൻ്റെ ഉള്ളിൽ മതിൽക്കെട്ടിനകത്ത് വണ്ടികളൊന്നും പ്രവേശിക്കാൻ പാടില്ല, അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മളൊരു 4 സ്റ്റീൽ റോഡ് ഇവിടെ വണ്ടികൾ കയറാതിരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി ഇന്നലെ വൈകുന്നേരം അത് ഫിറ്റ് ചെയ്തു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഈ സാധനം ആരോ പുഴക്കിക്കൊണ്ടുപോയി. ഇത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റിയാണ് നമ്മളെ വിളിച്ച് വിവരം പറഞ്ഞ് ഈ സാധനങ്ങൾ പോയിരിക്കണമെന്ന്. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഓടി വന്നു. ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും കൂടി ആലോചിച്ച് ദേവസ്വം ഓഫീസർക്ക് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഓഫീസർ പഴയന്നൂർ പോലീസിന് പരാതി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മറ്റ് നടപടികളൊക്കെ അതിനുശേഷം. CCV ന്യൂസ്, തിരുവല്ലോമല.